ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഹെയർ. പക്ഷെ പടത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഫ്രണ്ട് ദുബായിലുണ്ട്. അവളോട് ഞാൻ മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം 30,000 രൂപയൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഹെയറിനൊക്കെ ഉണ്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഒരു മാസത്തോളമായിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയത് അൺബോക്സ് ചെയ്യാതെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് എനിക്കൊരു ബ്രൈഡലും ഉണ്ട്. ഇനി അൺബോക്സ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടൊരു ഹെയർ എക്സ്റ്റൻഷനാണ്. കൂടുതൽ സർപ്രൈസ് കളയുന്നില്ല, നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ശരിക്കൊരു ഹ്യൂമൻ ഹെയർ, റിയൽ ഹെയർ ആയിട്ട് വരുന്ന ഒരു ഹെയർ ആണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയൊക്കെ ആകുമെന്നറിയില്ല, നമുക്ക് നോക്കാം. ഒരു പൊതി, അതിൻ്റെ കൂടെ വേറൊരു പൊതി. ജമറിയ ഹെയർ എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയിരിക്കുന്നത്. അവരുടെ ഹെയർ എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹെയർ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു അപ്കമിങ് ബ്രൈഡിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചൂസ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരത്തിൻ്റെ ഹെയർ എക്സ്ട്രീം കേളി ഹെയർ ആണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ വരുമോയെന്നറിയില്ല, നമുക്ക് നോക്കാം. ഇത്രേ ഉള്ളൂ. ജെഫറിന് ചിരി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ. പക്ഷെ പടത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. നോക്കാം ഇതെന്ത് കാണിച്ച് ശരിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളത്. നമ്മൾ ഈ ഡോനറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മുടിയില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു. മുടി മൊത്തത്തിൽ ഇങ്ങനെ കെട്ടുക, അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ബാക്കിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെയർ ശരിക്കും കേളി ഹെയർ ആയിട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ വില കുറച്ച് കടുപ്പായി പോയിട്ടോ. ഇത് നരച്ച മുടിയൊക്കെ ഉണ്ട്. വില 3000 ആയിട്ടോ. അതിനുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓക്കെ. അതെ, ഏതെങ്കിലും അമ്മച്ചി ദാനം ചെയ്തതായിരിക്കും, മിക്കവാറും ഡൊണേറ്റ് ചെയ്തായിരിക്കണം. പക്ഷേ ഇത് അവർ പറയുന്നുണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഇത്രയും ദൂരെ നിന്നൊക്കെ വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇച്ചിരി ക്രീമൊക്കെ ഇട്ടിട്ടൊന്ന് ശരിയാക്കി എടുത്താൽ മതിയായിരിക്കും. സ്റ്റൈലൊക്കെ ചെയ്തെടുത്താൽ മതിയായിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇത് റിയൽ ഹെയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഹെയർ ഇവിടെ എക്സ്റ്റൻഷൻ കിട്ടാനേ ഇല്ല കേട്ടോ. ഇപ്പം എൻ്റെ ഫ്രണ്ട് ദുബായിലുണ്ട്. അവളോട് ഞാൻ മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം 30,000 രൂപയൊക്കെയാണ് ഈ ഒരു ടൈപ്പ് ഹെയറിനൊക്കെ വില വരുന്നത്. അപ്പോൾ അത് വെച്ച് ഈ ഹെയറിന് വില കുറവാണെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് വിടർത്തി എടുക്കുന്തോറും ഇത് ശരിയാവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കുറച്ചുകൂടെ ശരിയായി വരുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇതിങ്ങനെ നമുക്ക് കിട്ടുമ്പം ബോറായിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുക. നമ്മളിത് കൈ വെച്ചിട്ട് ശരിക്കും നമ്മൾ ഇങ്ങനെ കോതി എടുക്കുമ്പോഴേ അത് ശരിയായി വരത്തുള്ളൂ. എനിക്കിങ്ങനത്തെ ഹെയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ മുടി ഇങ്ങനത്തെയാണ് ഞാൻ കൊണ്ടു നടന്നത്. രസമുണ്ടല്ലേ? ടെൻറ്റഡേ, എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പൊട്ടിക്കാം. അപ്പോൾ അത് ഹെയർ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് തന്നെ. നൈക്കയുടെ ഒരു ലക്ഷറി ബോക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലൊക്കെ വന്ന നൈക്കയുടെ ലക്ഷറി ബോക്സാണ്. നൈക്കയുടെ നോർമൽ ബോക്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലക്ഷറി ബോക്സ് തന്നെ തുറന്നു നോക്കാം. പ്രത്യേകിച്ചൊന്നും കാണില്ല. എന്തെങ്കിലും ചെറിയൊരു പ്രോഡക്റ്റ് വരാനായിരിക്കും ഇത്രയും വലിയ കവറിങ് ഒക്കെ കേട്ടോ. എന്താണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. എന്തായിരിക്കും? പോരുന്നില്ലല്ലോ. മാക്കിൻ്റെ ഒരു ബ്രഷ് ക്ലെൻസറാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ വില 1550 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ വില കൂടി. പിന്നെ എന്തിനാണ് ഇത്രയും വിലയുടെ ബ്രഷ് ക്ലെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിൻ്റെ ആ ഒരു ബ്രിസ്റ്റിൽസൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങുന്ന ബ്രഷുകളാണ്. നമ്മൾ നല്ല ക്ലെൻസർ വെച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ബ്രഷിൻ്റെ കാലാവധി വേഗം തീരും. അതുകൊണ്ട് ഇങ്ങനത്തെ ക്ലെൻസർ തന്നെ യൂസ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ക്ലെൻസർ ഉണ്ട് വേറെ, ഇവിടെ ഇരിപ്പുണ്ട്. പാക്കിൻ്റെ ഒക്കെ ബ്രഷ് ക്ലെൻസർ ഉണ്ട്. പക്ഷെ അതിന് ഭയങ്കര മണമാണ്. നമുക്കത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനാവുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ
ഈ ഒരു ബോക്സിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത നൈക്കയുടെ വേറൊരു ബോക്സാണ്. ഇതൊരു ലോക്കൽ ബോക്സ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ അതിനകത്ത് എന്താണെന്നറിയാം. മിക്കവാറും കോണ്ടാക്ട് ലെൻസ് ആയിരിക്കണം. യെസ്, കോണ്ടാക്ട് ലെൻസാണ്. ലെൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. 1490 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. 10 പീസ് ഉണ്ട് കോണ്ടാക്ട് ലെൻസ്. അപ്പോൾ ബ്രൈഡ്സൊക്കെ ഉള്ളവർ, ബ്രൈഡ്സിനെയൊക്കെ ഒരുക്കുന്നവരാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് റഷ്യൻ ബ്രൗൺ എന്ന് പറയുന്നൊരു ഷെയ്ഡാണിത്. അടുത്തത് വിഷ് കെയറിൻ്റെ ഒരു റോസ് വാട്ടറാണ്. ഇതിൻ്റെ 200 ml വില വരുന്നത് 399 രൂപയാണ്. ഭയങ്കര അഫോർഡബിളാണ്, നല്ലതാണ്. ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തൊരു കുഞ്ഞ് ബോക്സ് ഉണ്ട്, അതും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതെനിക്ക് തോന്നുന്നു മമ്മിക്ക് വേണ്ടി ഇപ്പം പെട്ടെന്ന് എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ മുടിയൊക്കെ കറുപ്പിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഹെയർ ടച്ചപ്പ് പ്ലസ് ആണ്, ബ്ലാക്ക് കളറ്, ഷഹനാസ് ഹുസൈൻ്റെ. നല്ലൊരു പ്രോഡക്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പോകാൻ പറ്റും. പിന്നെ അടുത്ത ആമസോണിൽ നിന്നൊരു പ്രോഡക്റ്റ് വന്നിരിപ്പുണ്ട്. എന്താണെന്ന് എനിക്കൊരു ഓർമ്മയില്ല, എന്താണെന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതൊരു റോളർ കട്ടറാണ് കേട്ടോ. ഇതിൻ്റെ യൂസ് വരുന്നത് നമുക്ക് തുണിയൊക്കെ മേശയിലിട്ടിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണെന്ന് തോന്നി വാങ്ങിയതാണ്. ഇതിൻ്റെ വില 999 രൂപയാണ്. ഇത് ഇച്ചിരി കടുപ്പായി പോയിട്ടോ വില, എന്നാലും അതിൻ്റെ ഒരു ഗുണം ഉണ്ടോ എന്നുള്ളത് യൂസ് ചെയ്തിട്ട് പറയാം. അടുത്ത വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. അപ്പോൾ നമ്മുടെ ബ്രൈഡ് ശ്രീയ ആണിത്. ശ്രീയുടെ ഹെയർ നല്ല കേളി ഹെയർ ആണ്. അപ്പോൾ ശ്രീയുടെ ഹെയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ എക്സ്റ്റൻഷൻ വാങ്ങിയത്. കാരണം ആളുടെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെ ഷോർട്ടായിരിക്കും. അപ്പം ഇങ്ങനെ മുല്ലപ്പൂ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ പിന്നെ ബൺ ചെയ്യുകയാണ് ഓപ്ഷനുള്ളൂ. അപ്പോൾ നമ്മുടെ ആ താഴത്തെ ലെയർ മുല്ലപ്പൂ വെച്ചിരിക്കുന്നതിൻ്റെ താഴേക്ക് ഈ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തേക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഒരു രീതിയിലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, കാരണം ശ്രീയുടെ ഹെയറുമായിട്ട് നല്ല മാച്ചാണ് നമ്മുടെ എക്സ്റ്റൻഷൻ. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ മേടിച്ച് എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ. ആ ഒരു ഹെയർ സ്റ്റൈലിംഗ് വളരെ നാച്ചുറലായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ട് ആ ഒരു എക്സ്റ്റൻഷൻ.